ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ഇതിനേക്കാളും എത്രയോ ശ്രേഷ്ഠരായ നിങ്ങളുടെ മുന്നിൽ നിന്ന് കർത്താവിനെ വിളിച്ചു പറയുവാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ചിന്തയ്ക്ക് എടുത്ത വേദഭാഗം 1 ശമൂവേൽ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയിൽ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഒരു സ്ത്രീയുടെ പ്രാർത്ഥന, അവളുടെ കരച്ചിൽ, കണ്ണുനീർ പ്രവാചകനാകുന്ന ഏലിക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഒരു പ്രാർത്ഥന അവിടെ ഉളവായി വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാമെങ്കിൽ, ശമൂവേലിന് വേണ്ടി ആ സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വന്നൊരു വ്യതിയാനം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് കഴിഞ്ഞാൽ, അടച്ചു വെച്ചിട്ടുള്ള ചിലത് കർത്താവ് തുറന്നു തരുവാൻ സർവശക്തനാണ്. ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്, അവൾ അവിടെ സങ്കടത്തോടെ, ഭാരത്തോടെ, കരച്ചിലിൻ്റെ അനുഭവത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏലി പോലും വിചാരിച്ചു, ഇവൾ ലഹരി പിടിച്ചിരിക്കുന്നു, മദ്യം കുടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ അവൾ കർത്താവിനോട് അവളുടെ വിഷമം പറയുകയായിരുന്നു. പിന്നത്തേതിൽ ഹല്ലേലൂയ അതിൻ്റെ 18-ാം വാക്യം, അതിൻ്റെ ലാസ്റ്റത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഹല്ലേലൂയ. അവൾ ഭക്ഷണം കഴിച്ചു, പിന്നെ വാടിയതുമില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. കാരണം എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ പറഞ്ഞ്, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ്, അവിടെ എപ്പോൾ നിങ്ങൾ കരയുമോ, എപ്പോൾ നിങ്ങൾ തകരുമോ, ആ തകർച്ചയുടെ സന്നിധിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നമ്മൾ ആരാധിക്കുന്ന കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറയണം, അപ്പാ എന്നെ ഒന്ന് ഇടിച്ചിട്ട് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം തരണമേ. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അടുത്ത വർഷം ഹല്ലേലൂയ അവൾക്കൊരു കുഞ്ഞ് ലഭിച്ചതുപോലെ, ശമൂവേൽ കിട്ടിയതുപോലെ, ഇന്ന് പകൽക്കാല ശത്രുവായവൻ നിങ്ങളുടെ ജീവിതത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ചില മേഖലയുടെ നടുവിൽ ഒരു വിടുതൽ വരണമെങ്കിൽ, അത് മാറണമെങ്കിൽ, കെട്ടുകൾ പൊട്ടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിഷമതകൾ കർത്താവിനോടൊന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹന്ന കരഞ്ഞതുപോലെ ഒരു കരച്ചിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നാൽ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, 2 പേർ പ്രാർത്ഥിക്കുവാൻ ചെന്നു, ഒരുവൻ സ്വന്തം നീതിയെ പുകഴ്ത്തി പ്രാർത്ഥിച്ചു, മറ്റവൻ തന്നെത്താൻ ഇടിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആരാണ് അനുഗ്രഹം പ്രാപിച്ച് അവൻ്റെ വിഷമതകൾ മാറി, അവൻ്റെ ഭാരങ്ങൾ മാറി, അവൻ്റെ ഹല്ലേലൂയ സകല പ്രതിസന്ധികൾ മാറി, ഹല്ലേലൂയ ഒരു നല്ലൊരു വ്യക്തിയായി മടങ്ങിപ്പോയത്? ഹല്ലേലൂയ. സ്വന്തം നീതിയെ ഉയർത്താതെ വണ്ണം ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഒരുവൻ താണപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് ഉത്തരമരുളിയ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇന്ന് പകലിൽ നിങ്ങൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഹന്ന കരഞ്ഞു, ഹല്ലേലൂയ എനിക്കൊരു ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ വേണം. പലരും എന്നെ ചൊല്ലി ഹല്ലേലൂയ എന്നെ നോക്കി കളിയാക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പലരും എന്നെ നിന്ദിക്കുന്നുണ്ട് പിതാവേ. ഹല്ലേലൂയ എൻ്റെ ഗർഭം അടച്ചു വെച്ചിരിക്കുന്നത്, എനിക്കൊരു കുഞ്ഞിക്കാല് കാണുവാൻ കഴിയത്തില്ലേ എന്ന് അവൾ കരഞ്ഞപ്പോൾ അതിൻ്റെ അടുക്കൽ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങിച്ചെന്ന് ഉത്തരമരുളിയെങ്കിൽ, ആ ശമൂവേൽ എന്ന് പറയുന്ന ബാലൻ ഹല്ലേലൂയ ഒരു പ്രവാചകനായി ദാൻ മുതൽ ബർശേബ വരെ പ്രവചിക്കുവാൻ അഭിഷേകത്താൽ നിറച്ചതുപോലെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നടുവിൽ ഉത്തരം മരുളുവാൻ കഴിവുള്ള ദൈവത്തെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ യാചന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ,
അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഉറച്ച വിശ്വാസത്തോടെ ഹല്ലേലൂയ പ്രവാചകൻ കണ്ടു, ഇവൾ കരയുന്നുണ്ടല്ലോ, വായ് മാത്രമാണല്ലോ അനങ്ങുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ അവൻ കാണാത്ത നിലവാരത്തിലൊരു പ്രാർത്ഥന അവളുടെ ഉള്ളത്തിൽ നിന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അടുക്കൽ സ്വർഗം തുറന്ന് ഇറങ്ങിയ കർത്താവ് ഇന്ന് നിങ്ങളുടെ അടുക്കൽ സ്വർഗം തുറന്നിറങ്ങുവാൻ സർവശക്തനാണ്. വിശ്വാസത്തോടെ ആയിരുന്നു കഴിഞ്ഞാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആയിരുന്നു കഴിഞ്ഞാൽ ചിലത് ചെയ്യുവാൻ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. ശത്രുവായവൻ അടച്ചു വെച്ചിട്ടുള്ള ചിലതിനെ തുറന്നു തരുവാൻ ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ആയിരുന്നു കഴിഞ്ഞാൽ കർത്താവ് ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം അങ്ങോട്ട് നോക്കാമെങ്കിൽ ഹല്ലേലൂയ അവളുടെ കരച്ചിലിൻ്റെ ഫലമായി ശമൂവേൽ ബാലനെ കൊടുത്തു. അവൾ ചില കാര്യങ്ങൾ അവൾ തീരുമാനിച്ചു. കർത്താവ് എനിക്കൊരു പൈതലിനെ തന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് എനിക്കൊരു പൈതലിനെ തന്നു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടത്തില്ല എന്നും, ഹല്ലേലൂയ, അതുപോലെ കർത്താവിന് വേണ്ടി കൊടുക്കുമെന്ന് അവൾ ചിന്തിച്ചിട്ട് അവൾ അത് മറന്നുപോയെന്ന് അവിടെ പഠിപ്പിക്കുന്നില്ല. മുലകുടി മാറിയപ്പോൾ അവനെ പള്ളിയിൽ കൊണ്ട് ഹല്ലേലൂയ കൊടുത്തു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലരും ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. എനിക്കത് വേണം, ഇത് വേണം, ഹല്ലേലൂയ നന്മകൾ വേണമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ അത് പ്രാപിച്ചിട്ട് കർത്താവിനെ മറന്നു പോകുന്ന വ്യക്തികളാണ്. നമ്മൾ പലരും പറയാറുണ്ട്, കർത്താവ് നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇന്നത് അങ്ങേക്ക് വേണ്ടി ചെയ്യും, ഞാൻ ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മാറ്റം നൽകിയ ഞാൻ അങ്ങേ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറും, ഞാൻ അങ്ങേ 24 മണിക്കൂർ സ്തുതിക്കും, എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടിയാണ്. നമ്മൾ പലരും പറഞ്ഞിട്ടുള്ള വ്യക്തി, ഞാൻ ഉൾപ്പെടെ പറഞ്ഞ വ്യക്തിയാണ്. ഹല്ലേലൂയ എൻ്റെ പ്രശ്നം മാറ്റി തന്ന ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ മറന്നു പോകുമ്പോൾ ഇവിടെ ഹന്ന പറയുന്നുണ്ട് ഹല്ലേലൂയ അവൾ മറന്നിട്ടില്ല. കർത്താവ് ചെയ്ത ഉപകാരം അവൾ മറക്കാതെ വണ്ണം ആ കുഞ്ഞിനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ പറ്റുന്ന ഒരു ഹല്ലേലൂയ തെറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവ് ഒരു നന്മ തരുമ്പോൾ, ഒരു കുഞ്ഞിനെ തരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാറില്ല. ഈ ലോകത്തിലുള്ള പലതും പഠിപ്പിക്കുന്നുണ്ട്, നല്ലത് തന്നെയാണ്, ഹല്ലേലൂയ പഠിപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞ് പഠിപ്പിക്കണം. പക്ഷേ നമ്മൾ വചനത്തിൽ നിന്ന് ചിലത് പറഞ്ഞു കൊടുത്താൽ ഹല്ലേലൂയ, ഇടയ്ക്കൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടില്ലേ, മടിയിൽ പാക്കാകുമ്പോൾ മടിയിൽ വെക്കാം, പക്ഷെ അത് വലുതായി കഴിഞ്ഞാൽ മടിയിൽ വെക്കുവാൻ കഴിയത്തില്ല, അത് വളയത്തുകൂടെയില്ല. ഹല്ലേലൂയ അത് പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്ന് പകലിലും ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ചിലത് നിങ്ങളുടെ മക്കളെ നോക്കി പറഞ്ഞാൽ, ചിലത് പഠിപ്പിച്ചാൽ, വചനത്തിലുള്ളത് ചിലത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവസാനത്തോളം അവർ മുറുകെ പിടിക്കും. ഇവിടെ ശമൂവേൽ എങ്ങനെയായിരുന്നു? കുഞ്ഞു നാൾ മുതലേ അവൻ്റെ അമ്മയോ അവൻ്റെ പപ്പയോ ഹല്ലേലൂയ വർഷത്തിൽ ഒരിക്കലേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ കർത്താവ് 24 മണിക്കൂറും അവൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവന് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതുപോലെ, അവന് വേണ്ടുന്നതാകുന്ന ഹല്ലേലൂയ വാക്യങ്ങൾ അവനെ പഠിപ്പിച്ചതുപോലെ, വഴി നടത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ വഴി നടത്തുന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരിക്കലും തള്ളിക്കളയുന്ന, ഒരിക്കലും പകുതി വഴിയിൽ വിട്ടേച്ചു പോകുന്ന കർത്താവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അവസാനം വരെയും ഹല്ലേലൂയ ഏലി പ്രവാചകനോട് പറയാത്ത ചില കാര്യങ്ങൾ പോലും ശമൂവേൽ ബാലനോട് സംസാരിച്ചത് എന്തുകൊണ്ടാണ്? അവൻ ചെറുപ്പത്തിലെ കേട്ടൊരു ശബ്ദമുണ്ട്, ഹല്ലേലൂയ ശമൂവേലേ ശമൂവേലേ ശമൂവേലേ. ഹല്ലേലൂയ അവൻ ചെറുപ്പത്തിലെ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവന്റെ ആദ്യം മുതൽ അവസാനം വരെ ഹല്ലേലൂയ പകുതി വഴി എന്ന് എഴുതിയിട്ടില്ല വചനത്തിൽ, അവസാനം വരെ കർത്താവിന് വേണ്ടി വിശ്വസ്ത ദാസനായി ഓടിയതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ആദ്യം അവസാനം ഒരുപോലെ വിശ്വസ്തയോടെ ഓടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കേൾക്കേണ്ട കർത്താവിന്റെ ശബ്ദമുണ്ട്, ആ കർത്താവിന്റെ വചനമുണ്ട്. ഹല്ലേലൂയ അതിന്റെ 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഹന്ന പ്രവചിച്ച ചില പ്രവചനങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ അതിശക്തിയേറിയ പ്രവചനം അവിടെ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തതിന്റെ കാരണം ഹല്ലേലൂയ നമ്മൾ കർത്താവിനായി വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ പഴയ കാലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇന്നത് ചെയ്യാം. പക്ഷേ നമ്മൾ മറന്നുപോയ വ്യക്തികളാണ്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പം ഞാൻ അങ്ങയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിതാവേ? ഞാൻ അങ്ങ് എനിക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിതാവ്? എന്തെങ്കിലും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിരത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിരപ്പിൻ്റെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ അധികമായി മാനിക്കുവാൻ സർവശക്തനാണ്. അധികമായി ഹല്ലേലൂയ സന്തോഷത്താൽ നിറയ്ക്കുവാൻ, സമൃദ്ധിയാൽ നിറയ്ക്കുവാൻ, ഹല്ലേലൂയ
ആരോഗ്യത്താലും ഹല്ലേലൂയ ഈ ലോകപരമായി നോക്കാമെങ്കിൽ ലോകത്തിലുള്ള നന്മകളാൽ നിറയ്ക്കുവാനും ഹല്ലേലൂയ ഭൗതികമായും ആത്മീയമായും നന്മകളാൽ നിറയ്ക്കുവാൻ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ അങ്ങോട്ടുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വകയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനെന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലെ വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലിനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലെ ശമൂവേൽ എന്ന് വിളിച്ചു. അതിൽ ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നുണ്ട്, അവൻ പെട്ടകത്തിൻ്റെ അടുക്കൽ കിടന്നു. ആ കാലത്ത് ഹല്ലേലൂയ അവൻ കിടന്ന സ്ഥലം കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്തായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. അങ്ങനെ കിടന്നപ്പോൾ അവൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നു, ശമൂവേലേ ശമൂവേലേ എന്ന്. ഹല്ലേലൂയ. നമ്മൾ എത്ര പേർ കേൾക്കുന്നുണ്ട് കർത്താവിൻ്റെ ശബ്ദം? നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് ദുഷ്ടനാണ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോകുന്ന വ്യക്തികളാണ്. പലപ്പോഴും നമ്മൾ രാത്രികാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നമ്മളെ തട്ടി ഉണർത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ എത്ര പേർ പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. ചിലത് കർത്താവിന് നമുക്ക് കാണിച്ചു തരുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ശമൂവേൽ ബാലൻ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവൻ കിടന്നപ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. എന്നെ ഏലി പ്രവാചകനായിരിക്കും വിളിച്ചത് എന്ന് പറഞ്ഞ് ഏലിയാവിൻ്റെ ഹല്ലേലൂയ ഏലിയുടെ അടുത്ത് ചെന്നു. ഹല്ലേലൂയ. ഏലി പറഞ്ഞു, ഞാനല്ല വിളിച്ചത്, നീ പോയി കിടന്നുകൊള്ളുക. ഹല്ലേലൂയ. പിന്നെയും വിളിച്ചപ്പോൾ ഏലി പറഞ്ഞു, ഹല്ലേലൂയ കർത്താവാണ് വിളിച്ചു എന്ന് ഏലിക്ക് ഓർമ്മ വന്നിട്ട്, ഹല്ലേലൂയ അടിയനിതാ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുവാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഏലിയുടെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശമൂവേലിനോട് സംസാരിക്കുവാൻ തുടങ്ങിയ ആ സമയം മുതൽ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വ്യതിയാനം വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ശബ്ദം കേട്ട നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഹല്ലേലൂയ കർത്താവിനെ അറിയുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ അറിയുന്ന വ്യക്തിയാണ്, കർത്താവിൻ്റെ വചനം എനിക്കറിയാം, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കർത്താവിനെ എത്ര പേർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ എത്ര പേർ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്? രോഗത്തിൻ്റെ നടുവിൽ കർത്താവിനെ എത്ര പേർ സ്നേഹിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് പലപ്പോഴും കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. ഹല്ലേലൂയ. ഇവിടെ ശമൂവേലിനെ നോക്കാമെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും അവനെ ചർച്ചിൽ കൊണ്ട് പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ഹല്ലേലൂയ ഏലിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ കുഞ്ഞുനാളിലെ അവിടെ കൊണ്ടാക്കി. നമ്മൾ ഓരോരുത്തരെയും അവിടെ കുഞ്ഞുനാളിലെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ നടക്കുവാനും പ്രവർത്തിക്കുവാനും നിൽക്കുവാനും ഒരു താങ്ങില്ലാതെ വണ്ണം അവൻ നടന്ന സ്ഥാനത്ത് അവൻ്റെ അടുക്കൽ കർത്താവിൻ്റെ ശബ്ദം ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. അവൻ കിടന്നത് ഒരിക്കൽ ലോകക്കാരുടെ വഴിയിലല്ല അവൻ കിടന്നത്, അവരുടെ കൂട്ടുകാരുടെ വഴിയിലല്ല കിടന്നത്, കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപാകെ, ആ പെട്ടകത്തിൻ്റെ മുൻപാകെ ഹല്ലേലൂയ അതിൻ്റെ മുൻപാകെ കിടന്നപ്പോൾ അവൻ ചിലത് കേട്ടതുപോലെ ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കിടക്കുവാൻ ആഗ്രഹിക്കുന്നു
ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ കിടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലത് പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കും. ചിലത് കർത്താവിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുവാൻ, ചോദിച്ചു വാങ്ങിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷേ കിടക്കണം, വചനത്തിന് മുൻപാകെ കിടക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ കിടക്കണം. ഹല്ലേലൂയ. പൂർണ്ണമായും കർത്താവേ എന്നൊന്ന് തൊടണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കിടക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തിയുണ്ടോ, അവൻ്റെ അടുക്കൽ സ്വർഗം തുറക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ശമൂവേലിൻ്റെ അടുക്കൽ ശബ്ദമിറങ്ങി കർത്താവ് സംസാരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപം വന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമുണ്ടാകും. ഇന്നലെ ഒരു കാര്യം പറയുവാൻ ഇടയായി. ഒരു പാസ്റ്റർ, ഹല്ലേലൂയ, ഒരു പ്രവാചകൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ കിടക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അവൻ മരിക്കുമെന്ന ആകുന്നത് വരെ, ഞാൻ മരിച്ചാലും ഞാൻ ആരെക്കാട്ടിലും ചിലത് ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കാതെ, കർത്താവ് എൻ്റെ മേൽ അഭിഷേകം ചെയ്യാതെ ഞാൻ ഈ ഉപവാസത്തിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ആ ഒരു ദൃഢനിശ്ചയത്തിൽ അയാൾ ഉപവാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കിടക്കുവാനിടയായി. അവൻ ആ കിടപ്പിൽ കിടന്ന് ചിലത് കർത്താവിൽ നിന്ന് ഡയറക്റ്റ് പ്രാപിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചിലത് ചോദിച്ചു വാങ്ങിക്കുവാൻ നമ്മുടെ സഭയിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, കർത്താവിൽ നിന്ന് ചിലത് ചോദിച്ചു വാങ്ങിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് ചോദിച്ചു വാങ്ങിയ ശമൂവേലിൻ്റെ മുൻപാകെ സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് സംസാരിച്ച കർത്താവ് നമ്മുടെ അടുക്കലും ഇറങ്ങി വന്ന് സംസാരിക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം കേട്ടവരിൽ, ഹല്ലേലൂയ, ആരും തകർന്നു പോയെന്ന് വചനം പഠിപ്പിക്കുന്നില്ല, ആരും പകുതി വഴിയിൽ വെച്ച് വീണു പോയെന്ന് വചനം പഠിപ്പിക്കുന്നില്ല, അവർ അവസാനം വരെ ഓടിയെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ഹല്ലേലൂയ, ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, ആഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ കർത്താവിനോട് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവൻ്റെ കയ്യിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ പറ്റത്തുള്ളൂ. വചനം പഠിപ്പിക്കുന്നുണ്ട്, അവർ രണ്ട് കരവും നീട്ടി നമുക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ കൂടെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, മുടിയനായ പുത്രൻ്റെ അപ്പൻ വഴിയിൽ നോക്കിയിരുന്നു, എൻ്റെ മകൻ ഇപ്പോൾ വരും, ഇപ്പോൾ വരും. അവന് ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ അവൻ ഓടിച്ചെന്നു. ഹല്ലേലൂയ. അതുപോലെയാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്, നമ്മുടെ ദൈവം അതുപോലെയാണ്. ഇവൻ എപ്പോൾ തിരിഞ്ഞു വരും, ഇവൻ എപ്പോൾ എൻ്റെ പൈതലായി മാത്രം വരും. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കർത്താവിന് നിങ്ങളെക്കുറിച്ച് ചിലത് ചെയ്യുവാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ ഇരുവള്ളത്തിൽ കാൽ ചവിട്ടിയ മനുഷ്യനെ പോലെ നടുക്കടലിൽ വീണു പോകുവാൻ ഇടയാകും. അതുകൊണ്ട് ഒരു മനസ്സോടെ, ഹല്ലേലൂയ, കർത്താവേ, അങ്ങനെക്ക് അങ്ങ് മതി പിതാവേ, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം, അങ്ങ് മാത്രമാണ് എൻ്റെ പിതാവെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി വന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ സർവശക്തനാണ്. കർത്താവ് നിങ്ങളെ, ഹല്ലേലൂയ, അനുഗ്രഹിക്കുവാൻ സർവശക്തനാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ, യോഹന്നാൻ, ഹല്ലേലൂയ, പത്മോസിൻ്റെ ഏകാന്തതയിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ, ഹല്ലേലൂയ, പീഡനങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ അവൻ തകർന്നു പോകാത്ത കാരണം എന്താണ്? അവൻ കർത്താവിൻ്റെ മാർവോട് ചാരിപ്പറ്റി കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ ഹൃദയ രഹസ്യം അവൻ കണ്ടുപിടിച്ചപ്പോൾ, ഹല്ലേലൂയ, അവന് കർത്താവിൽ നിന്ന് വിട്ടുമാറുവാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അതുപോലെ ആകണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പലപ്പോഴും പ്രശ്നം വരുമ്പോൾ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നില്ല, കർത്താവെ ഞാൻ അങ്ങേ മാറ്റി നിർത്തുകയാണ്, ഞാൻ മറ്റു ദേവന്മാരെ ആരാധിക്കുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് നമ്മളിൽ പലരും പോകുന്ന വ്യക്തികളാണ്. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യോഹന്നാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ഇവിടെ മരിച്ചു പോയാലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ തുറക്കും. പക്ഷെ അവൻ്റെ മുൻപാകെ സ്വർഗത്തെ തുറന്നതുപോലെ, ഹല്ലേലൂയ, നിങ്ങളുടെ മരുഭൂ പോലെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നത്തിന് നടുവിൽ, ഹല്ലേലൂയ, മറുപടി കിട്ടാത്ത വിഷയങ്ങളുടെ നടുവിൽ മറുപടി നൽകുവാൻ കഴിവുള്ള കർത്താവിൻ്റെ മുൻപാകെ താണിരുന്ന ഇവിടെ ഹന്ന കരഞ്ഞതുപോലെ, ഹല്ലേലൂയ, അവൾ തകർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരയുവാനിടയായി. അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പലരും അവളെ നോക്കി നിന്ദിച്ചേക്കാം, പലരും അവളെ നോക്കിയിട്ട്, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി അവൾ ചോദിച്ചു വാങ്ങിയതുപോലെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ചിലത് കർത്താവിനോടൊന്ന് ചോദിച്ചു വാങ്ങിക്കണം. നിങ്ങൾക്കൊരു നന്മ ആവശ്യമാണോ? നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണോ? നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമാണോ? നിങ്ങൾക്ക് അഭിഷേകം ആവശ്യമാണോ? അന്യഭാഷ ആവശ്യമാണോ? ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ നിങ്ങൾക്ക് ചെയ്യണമോ? വചന ശക്തിയോടെ വിളിച്ചു പറയണമോ? പ്രവചിക്കണമോ? രോഗികളെ സൗഖ്യമാക്കണമോ?
എങ്കിൽ ഇന്ന് പകൽക്കാല നിങ്ങൾ കർത്താവിനോടൊന്ന് ചോദിച്ചു തുടങ്ങിക്കോ. കർത്താവിനോടൊന്ന് ചോദിച്ചു തുടങ്ങിയാൽ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ചില നന്മകൾ ഒരു പക്ഷേ താമസിച്ചേക്കാം. പക്ഷേ കർത്താവിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിയ, ചില നന്മകൾ ചോദിച്ചു വാങ്ങിയ ഈ സെക്കൻഡ് നമുക്ക് വേണ്ടി സ്വർഗത്തെ തുറക്കുക കർത്താവ് സർവശക്തനാണ്. നിങ്ങൾ ചോദിക്കുന്നത് നനയ്ക്കുന്നില്ല അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ആ കൃപ ഹല്ലേലൂയ അത് കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കണം. വചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൽ പരിവർത്തിച്ചുകൊണ്ട് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ കർത്താവ് സ്നാനമെടുത്ത് കരകയറിയപ്പോൾ ഹല്ലേലൂയ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കാമെങ്കിൽ ഞാൻ പോകുന്നത് നിനക്ക് നല്ലത്, ഞാൻ പോയതിന് ശേഷം പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇറങ്ങി സകല വ്യക്തികളുടെ മേലും അഭിഷേകത്തെ പകർന്നതുപോലെ അവിടുത്തെ നടുവിൽ നിന്ന് പത്രോസ് എഴുന്നേറ്റ് ശക്തിയോടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ ശക്തി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിന്റെ കൃപ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചാൽ ഉത്തരത്തെ പകരുക, ചോദിച്ചാൽ കൃപാവരങ്ങളെ പകരുക, ചോദിച്ചാൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നൽകുക. ചോദിച്ചാൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ യാചിക്കുന്ന വ്യക്തിയുണ്ടോ എങ്കിൽ അവൻ്റെ അടുക്കൽ സ്വർഗം താണിറങ്ങി വരും. അവൻ്റെ അടുക്കൽ ഹല്ലേലൂയ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ ആർക്കൊക്കെ ആഗ്രഹമുണ്ട് ഇന്ന് പകലിൽ ഹല്ലേലൂയ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, എനിക്കൊരു നന്മ ആവശ്യമാണ് അപ്പാ, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു രോഗശാന്തി ആവശ്യമാണ്, എനിക്കൊരു നല്ല ഹല്ലേലൂയ നല്ല ജീവിതം എനിക്ക് ആവശ്യമാണ്, എനിക്കൊരു ജോലി ആവശ്യമാണ്. ആർക്കൊക്കെ ദാഹമുള്ള ദാഹത്തെ കർത്താവിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദാഹത്തെ മാറ്റി നിറയ്ക്കുവാൻ കഴിവുള്ള റഷേക്കേമനി ആ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ ഒന്ന് ചോദിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ കർത്താവിനോടൊന്ന് ചോദിച്ചു തുടങ്ങിക്കോ. ഈ സമയം ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് തരുകയാണ് കർത്താവിനോടൊന്ന് ചോദിക്കുവാൻ. ഹല്ലേലൂയ ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു തുടങ്ങിക്കോ കർത്താവിനോട്. ഹല്ലേലൂയ ഹന്ന ചോദിച്ചു, അപ്പാ എനിക്കൊരു പൈതൽ വേണം, അപ്പാ എനിക്കൊരു പൈതൽ വേണം, എനിക്കൊരു പൈതലിനെ തന്ന ഞാൻ അങ്ങയുടെ ഹല്ലേലൂയ പാദപീഠത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നൽകുമെന്ന് അവൾ ആഗ്രഹിച്ച് അവൾ പ്രാർത്ഥിച്ച് അവൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ചതുപോലെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അല്പനേരം ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ, നിങ്ങളൊന്ന് ചോദിച്ചു തുടങ്ങിക്കോ. കർത്താവേ എൻ്റെ മേൽ അത് പകരണം, അവിടുത്തെ ശക്തി പകരണമേ. ഹല്ലേലൂയ ചോദിച്ചു തുടങ്ങിക്കോ. അപ്പൊ എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു മാറ്റം വേണം, എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നു തരണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ഹല്ലേലൂയ മാറ്റത്തെ പകരുവാൻ കഴിവുള്ള സർവശക്തൻ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു അഗ്നിസ്തംഭം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ ചിലരെ വിടുവിക്കുക. ഞാൻ നോക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ നോക്കുവാൻ പറ്റാത്ത നിലവാരത്തിൽ ഒരു പൊക്കമുള്ള ഹല്ലേലൂയ ഒരു വ്യക്തി ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളൊന്ന് ചോദിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ ചിലത് ചെയ്യുവാൻ ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സ്വർണ്ണ നിറത്തിലുള്ള അത് മുത്ത് പതിപ്പിച്ച ഒരു കുടം പോലത്തെ ഒരു വസ്തു ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോകുകയാണ്. ഇന്ന് പകൽക്കാലം ചോദിച്ചോ കർത്താവിനോട് ചോദിച്ചോ. ഹല്ലേലൂയ ഹന്ന ചോദിച്ചു, ഹല്ലേലൂയ എനിക്കൊരു കുഞ്ഞ് വേണം, എനിക്കൊരു കുഞ്ഞ് വേണം, പാപം ചെയ്യാത്തൊരു കുഞ്ഞ് വേണം, എനിക്ക് ഹല്ലേലൂയ പ്രവചിക്കുന്ന ഒരു കുഞ്ഞ് വേണം, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറയുന്ന ഒരു കുഞ്ഞിനെ വേണം അപ്പാ. ഹല്ലേലൂയ മറ്റുള്ളവർ എന്നെ കളിയാക്കിയ സ്ഥാനത്ത് ഹല്ലേലൂയ അതിനെ മാറ്റേണ്ടതിന് ശബ്ദമുയർത്തി ചോദിച്ചോ. ഒരു വിടുതൽ നിങ്ങൾക്ക് വേണമോ? നിങ്ങളുടെ ശബ്ദമുയരട്ടെ. അത് ഇന്ന് നിന്റെ പകൽക്കാലമാണ്, അത് ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസം
ദിവസമാണ്. ഹല്ലേലൂയ, ചോദിച്ചു തുടങ്ങിക്കോ. അപ്പാ എനിക്ക് വേണം, ഞാൻ അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുകയാണ്, ഞാൻ അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുകയാണ്. റബറ ഷേഖേമ ഓ റലറദറ സിയ ലബർഷം തമനിയ റിബിനിയ ലബർഷേഖേമ ലറദറ ശൃംദമന ലബറബലറദുനി ഓ റാദറ ഷാദറ വദയഭ. അവിടുത്തെ സാന്നിധ്യം സകല വ്യക്തികളുടെ മേലും ഇറങ്ങട്ടെ. ഓ ഹല്ലേലൂയ 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 ഓ റബലബറ ശംദമനിയ ലബറബറ ഷേഖേമന ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങൾ ആരും മടിച്ചിരിക്കരുത്. ഹല്ലേലൂയ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കണം. ചിലത് ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ മടുത്തു പോകാതിരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ മേൽ ചിലത് പകരുവാൻ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. നമുക്ക് വചനം നോക്കാമെങ്കിൽ ഒന്ന് ശമൂവേലത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ഹല്ലേലൂയ. ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതെ, കർത്താവ് അവൻ്റെ കൂടെ ഇരുന്നപ്പോൾ, ഏലിയുടെ മക്കൾ പാപം ചെയ്ത് തകർന്നപ്പോഴും നഷ്ടപ്പെട്ടു പോയപ്പോഴും അവരുടെ കൂടെ നിന്ന് ഇവൻ പാപം ചെയ്യാതെ കർത്താവ് നടത്തിയത് കൊണ്ട് ഇവിടെ വചനം പറയുന്നു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏലിയുടെ പുത്രന്മാരുടെ കൂടെ ഹല്ലേലൂയ യഹോവ ഇല്ലായിരുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശത്രു, പാപം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ശമൂവേലിൻ്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? യഹോവ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ യഹോവ ഉണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ കരം പിടിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ വീണു പോകുവാൻ, തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. വചനം പഠിപ്പിക്കുന്ന നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ഓ ഹല്ലേലൂയ തൻ്റെ കൈകളിൽ വഹിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് സർവശക്തനാണ്. ഇവിടെ വചനം പറയുന്നുണ്ട്, അല്ല ശമൂവേലിന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ പാപം വന്നില്ല. കർത്താവ് അവനെ വഴി നടത്തുവാൻ ഇടയായി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര പേരുടെ കൂടെ യഹോവ നടക്കുന്നുണ്ട്? ഹല്ലേലൂയ. യഹോവ നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ ബലങ്ങളാൽ തിരിച്ചറിയാം. അവനെ കാണുമ്പോൾ അറിയാം, ഇവനെ വഴി നടത്തുന്നത് യഹോവയാണ്, ഇവനെ വഴി നടത്തുന്ന കർത്താവാണ്. അവൻ ഉള്ളത് സകലത് കർത്താവിനോട് പറയും. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നുണ്ട്, നല്ല ഇടയനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. നല്ല ഇടയനാകുന്ന ആ ഇടയൻ ആ സ്വന്തം ആടുകൾക്ക്, അവൻ നടത്തുന്ന പാലിക്കുന്ന ആടുകൾക്ക് ആ ഇടയന്റെ ശബ്ദം അറിയുവാൻ ഇടയാകും. ഇന്ന് ഹല്ലേലൂയ നിങ്ങളോട് ഞാൻ പറയുന്നത്, കർത്താവിന്റെ ശബ്ദം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുവാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. രാത്രി യാമങ്ങളിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് കർത്താവ് നിങ്ങൾ വിളിച്ചുണർത്തിയത് നിങ്ങൾ എത്ര പേർ അറിയുന്നുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് നിങ്ങൾക്ക് ആശ്വാസമായി ഇറങ്ങുന്നത് നിങ്ങൾ എത്ര പേർ അറിയുന്നുണ്ട്? നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ആ സംസാരം നിങ്ങൾ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? അനുഭവിക്കുന്നില്ല എങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ കർത്താവിനോട് പറയണം, അപ്പാ എനിക്ക് അനുഭവിക്കണം, അങ്ങയുടെ ശബ്ദം അനുഭവിക്കണം, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. ശമൂവേൽ ബാലൻ ആ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ വീഴുവാൻ ഇടയായില്ല. കർത്താവ് അവന്റെ കൂടെ നടന്നതുപോലെ, അവൻ ഇരിക്കുമ്പോൾ അവന്റെ കൂടെ ഇരുന്നത് പോലെ, അവന്റെ യാമങ്ങളിൽ, പ്രവർത്തനങ്ങൾ, ഉറക്കത്തിൽ കൂടെ കർത്താവ് അവനോട് സംസാരിച്ചതുപോലെ വചനം പഠിപ്പിക്കുന്നു. അവൻ കിടക്കുവാൻ ചെന്നപ്പോൾ, അവൻ പെട്ടകത്തിന്റെ സന്നിധിയിൽ കിടന്നപ്പോൾ അവനോട് സംസാരിച്ചതുപോലെ ഹല്ലേലൂയ ഉറക്കത്തിൽ സംസാരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നീ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ, എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ, അത്രത്തോളം നിന്നെ ചേർത്തണയ്ക്കുന്ന കർത്താവ്, അത്രത്തോളം നിന്റെ മേൽ കൃപാവരങ്ങൾ പകരുന്ന കർത്താവ്, അത്രത്തോളം നിന്റെ ഭാരത്തെ മാറ്റുന്ന കർത്താവ്, അത്രത്തോളം നിന്റെ വിഷമതകളെ മാറ്റുന്ന കർത്താവ്. നീ കർത്താവിന്റെ വചനം എത്രത്തോളം വായിക്കുന്നുണ്ടോ, കർത്താവിന്റെ സന്നിധിയിൽ എത്രത്തോളം വീഴുന്നുണ്ടോ, ആ വീഴുന്നതിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് നിന്നെ അനുഗ്രഹിക്കുവാനും, നിന്നെ മാനിക്കുവാനും, നിന്നെ പുറത്തു കൊണ്ടുവരാനും, നിന്റെ പാപങ്ങളെ കഴുകുവാനും, നിന്നെ ശുദ്ധീകരിക്കുവാനും ഹല്ലേലൂയ ആ കർത്താവ് സർവശക്തനാണ്. പലപ്പോഴും പത്രോസ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ കടലിന്റെ കരയിൽ അപ്പവും അടയും മീനും ചുട്ടുവെച്ചുകൊണ്ട് അവനെ തേടിപ്പോയൊരു സ്നേഹമുണ്ട്. പലപ്പോഴും നീ കർത്താവിന്റെ ശബ്ദം അറിഞ്ഞിട്ട് കർത്താവ് ഞാൻ പാപത്തിന്റെ വഴിയെ പോകുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറിപ്പോയിട്ടും കർത്താവ് നിങ്ങളെ തേടി വന്നൊരു സ്നേഹം. ആ പത്രോസ് ആ കർത്താവിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അവൻ മുങ്ങിപ്പോകുവാൻ ഇട വന്നില്ല. പക്ഷെ എപ്പോഴാണ് അവന്റെ ശ്രദ്ധ മാറിയത്, കർത്താവിലുള്ള ശ്രദ്ധ മാറിയത്, ആ സമയത്ത് അവൻ മുങ്ങി
മുങ്ങിപ്പോകുവാൻ ഇടയായി. കർത്താവ് കരം പിടിച്ചില്ലായിരുന്നു എങ്കിൽ അവൻ തകർന്നു പോയേനെ. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ നോക്കേണ്ടത് എവിടെയാണ്? വചനം പഠിപ്പിക്കുന്നുണ്ട്, അല്ല കർത്താവിനാൽ മാത്രമേ, കർത്താവിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ. ആ കർത്താവിനെ നോക്കി യാത്ര ചെയ്ത വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഓ ഹല്ലേലൂയ 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 ഓ റഷാദുറബാല വർഷംദമനിയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ നോക്കാമെങ്കിൽ അതിന്റെ 21 വാക്യം ഒന്ന് വായിക്കാമോ? ഒന്ന് ശമൂവേൽ 3-ാം അധ്യായം 21-ാം വാക്യം ഒന്ന്. ഇങ്ങനെ യഹോവ ശിലോവിൽ വച്ച് ശമൂവേലിനെ യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശിലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുണ്ട്. കർത്താവിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ മരിച്ചാലും വേണ്ടില്ല പിതാവേ, അങ്ങൻ്റെ മേൽ കൃപയെ പകർന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയാലും കർത്താവെ അങ്ങിൽ തന്നെ ആയിരിക്കുവാൻ. ഹല്ലേലൂയ. പൗലോസ് എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ, ഞാൻ നല്ലപ്പോൾ പൊരുതി. ഹല്ലേലൂയ. ആ ഒരു വാക്ക് പറയണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന യേശുവിനോടുള്ള ഇഷ്ടം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞാൻ നല്ലപ്പോൾ പൊരുതി, ഓട്ടം തികച്ചു എന്ന് പറയണമെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ട അനുഭവങ്ങളിൽ ഹല്ലേലൂയ അവൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അവനൊരു അടി കിട്ടുമ്പോൾ അവൻ നോക്കിക്കാണും, ഞാൻ കർത്താവിനെ ആണോ സ്നേഹിക്കുന്നത്, അതോ ഞാൻ കർത്താവിനെ തള്ളി പറയുന്ന വ്യക്തിയാണോ എന്ന്. ഹല്ലേലൂയ. അവൻ കാരാഗ്രഹത്തിൽ വീണ സമയത്ത് അവൻ ചിന്തിച്ച് കാണും, ഞാൻ കർത്താവിനെ ആണോ സ്നേഹിക്കുന്നത്, അതോ ഈ ലോകത്തിലുള്ള വ്യക്തികൾ പറയുന്നതാണ് ഞാൻ നോക്കുന്നത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞതുപോലെ, അവൻ കർത്താവിനെ സ്നേഹിച്ചതുപോലെ അവൻ വീണു പോകുവാൻ കർത്താവ് സമ്മതിക്കാതെ വണ്ണം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശബ്ദത്താൽ അവനെ കർത്താവ് പിടിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ വന്ന ആ മാറ്റം നമുക്ക് നോക്കാമെങ്കിൽ അവസാനത്തോളം 3-ാം സ്വർഗത്തോളം അവൻ ചിലത് പ്രാപിച്ചതുപോലെ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, ആർക്കൊക്കെ ദാഹമുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചതാണ്. ഹല്ലേലൂയ. വേറൊരു വ്യക്തി പറഞ്ഞ് ഞാൻ പ്രാപിച്ചതല്ല, വേറൊരു ആളിൽ കൂടെ പ്രാപിച്ചതല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷകൾ, ഓരോ ഹല്ലേലൂയ ഓരോ ജ്ഞാനം, വചനത്തിലുള്ള വെളിപ്പാടുകൾ അവൻ പ്രാപിച്ചത് ഈ ലോകത്തിൽ നിന്നല്ല, ഒരു വ്യക്തിയിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് അവൻ പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ തകർന്നു പോകുവാൻ ഇടവന്നില്ല. അതുപോലെയാണ് ഹല്ലേലൂയ ഇവിടെ ശമൂവേൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചപ്പോൾ കർത്താവ് എപ്പോഴും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, കർത്താവിൽ എപ്പോഴും അവൻ സന്തോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ, കർത്താവ് പറയുന്ന വചനപ്രകാരം അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ ജീവിതത്തെ ഹല്ലേലൂയ കർത്താവ് അവനെ വഴി നടത്തി. വീഴാതെ വണ്ണം ഹല്ലേലൂയ ശത്രുവായവൻ പതിർ പോലെ പാറ്റേണ്ടതിന് അവന്റെ അടുക്കൽ ഇറങ്ങി ചെന്നിട്ട് പോലും അവൻ വീണു പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിലുള്ള സ്നേഹം, കർത്താവിലുള്ള ഇഷ്ടം, കർത്താവിലുള്ള വിശ്വസ്തത. പൗലോസ് എങ്ങനെയാണ് ഹല്ലേലൂയ അവന്റെ കയ്യിൽ മെരിത്യ ദ്വീപിൽ കയറുമ്പോൾ ഹല്ലേലൂയ അണലി അവന്റെ കരത്തിൽ ചുറ്റിയപ്പോൾ അവൻ കുടഞ്ഞു കളഞ്ഞതുപോലെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവായവൻ കെട്ടിവെച്ചിരിക്കുന്ന ചിലത് കുടഞ്ഞു കളഞ്ഞ് കർത്താവിൽ ഹല്ലേലൂയ പുറത്തു വരുവാൻ ഹല്ലേലൂയ പറ്റിയ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുവാൻ കർത്താവ് സർവശക്തനാണ്. അത് എങ്ങനെ കുടഞ്ഞു കളയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഹല്ലേലൂയ ശത്രുവായവൻ നിങ്ങളെ തകർത്ത് വെച്ചിരിക്കുന്ന തകർച്ചകൾ എങ്ങനെ മാറണമെന്ന് ചോദിച്ചാൽ നമുക്ക് ശിംശോനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവനെ കെട്ടിയിരുന്ന കെട്ടുകൾ ചണനൂൽ അഴിഞ്ഞതുപോലെ മാറിയതുപോലെ, കെട്ട് പൊട്ടിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ചണനൂല് മാറുന്നത് പോലെ, അഴിയുന്നത് പോലെ അത് അഴിഞ്ഞു മാറും, കത്തി മാറും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ചോദിക്കണം, കർത്താവേ ആ അഭിഷേകം എൻ്റെ മേൽ പകരണം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണം, ഉയരത്തിലുള്ള ശക്തി എൻ്റെ മേൽ വരണം. എന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, എന്നെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ, എന്നെ തകർക്കുന്ന സകലമായ വൈശാചിക ബന്ധനങ്ങൾ ഇന്ന് പകൽ ഉടഞ്ഞു മാറണം. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ചെയ്യുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിൽ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് നമ്മളെ ശക്തീകരിക്കുവാൻ അവൻ സർവശക്തനാണ്. അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം.
വായിക്കാമോ ബ്രദറെ? അല്ല, 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ദാൻ മുതൽ ബേർശേബ വരെ ഉള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. ഹല്ലേലൂയ. അവിടെ എന്താണ് പറയുന്നത്? ദാൻ മുതൽ ബേർശേബ വരെ യേശുവിന്റെ, ഹല്ലേലൂയ, ഇസ്രായേലൊക്കെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി. ആ ഒരു വിശ്വസ്തൻ എന്നൊരു പേര്, ഹല്ലേലൂയ, പറയണമെങ്കിൽ, ഹല്ലേലൂയ, അവൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം, അവൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ആയിരിക്കണം, അവന് കർത്താവിനോടുള്ള ഇഷ്ടം എങ്ങനെ ആയിരിക്കണം, ഹല്ലേലൂയ, എങ്കിൽ മാത്രമേ ഇവിടെ വചനത്തിൽ കർത്താവ് പറയത്തുള്ളൂ എൻ്റെ വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. ഈ വചനമൊക്കെ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കാമെങ്കിൽ ചിലർ കർത്താവിൽ നിന്ന് അവർ പാപം ചെയ്തത് ഉൾപ്പെടെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ വിശ്വസ്തനായിരുന്നാൽ മാത്രമേ അവൻ വിശ്വസ്തനെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പത്രോസ് തള്ളിപ്പറഞ്ഞ് മാറിപ്പോയത് അത് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ല, നന്മ മാത്രമല്ല എഴുതിയിട്ടുള്ളത്. ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് വിശ്വസ്തനെന്ന് പറയണമെങ്കിൽ അവൻ്റെ ജീവിതം കർത്താവിൻ്റെതായി മാറണം, കർത്താവിൽ കൂടെ ആയി മാറണം, കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാകണം. എങ്കിൽ മാത്രമേ വിശ്വസ്തൻ എന്ന് അവിടെ കർത്താവ് പറയത്തുള്ളൂ. എങ്കിൽ മാത്രമേ വചനം വിശ്വസ്തൻ എന്ന് പറയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നുണ്ട് വിശ്വസ്ത ദാസൻ. ഹല്ലേലൂയ. യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന്. ഹല്ലേലൂയ. വിശ്വസ്ത പ്രവാചകൻ. കർത്താവ് നമ്മളെക്കുറിച്ച് പറയണേ, ഇവൻ എൻ്റെ വിശ്വസ്ത മകനാണ്, ഇവൻ എൻ്റെ വിശ്വസ്ത പൈതലാണ്, ഇവൻ എൻ്റെ വിശ്വസ്ത മകളാണെന്ന് കർത്താവ് പറയണം. ഹല്ലേലൂയ. ഈ ലോകക്കാർ ഒരു പക്ഷേ, ഹല്ലേലൂയ, പറഞ്ഞെന്ന് വരത്തില്ല. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നുണ്ട്, യേശുവിൻ്റെ നാട്ടിൽ വലിയൊരു വില ലഭിച്ചില്ല. ഹല്ലേലൂയ. പുറത്തോട്ടൊക്കെ വില ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ നമുക്ക് വില ലഭിച്ചിട്ടില്ലേക്കാം. പക്ഷേ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് പറയും ഇവൻ എൻ്റെ പൈതലാണ്, ഇവൻ എൻ്റെ വിശ്വസ്ത ദാസനാണ്, ഇവൻ എൻ്റെ വിശ്വസ്ത ദാസിയാണെന്ന് കർത്താവ് പറയും. ഹല്ലേലൂയ. ഒരു പക്ഷേ ലോകക്കാർ നമ്മൾ മരിക്കുമ്പോഴേക്ക് പറയുമായിരിക്കും ഇവൻ ദൈവത്തിന് വേണ്ടി നടന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ വ്യക്തിയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശ്വസ്ത ദാസനായി മാറണമോ, വിശ്വസ്ത പൈതലായി മാറണോ, വിശ്വസ്ത മക്കളായി മാറണമോ, എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്ന, കർത്താവിൻ്റെ സന്നിധിയിൽ നെടുമ്പാട വീണ ഞാൻ എന്നെ തന്നെ തരുകയാണെന്ന് ഒരു അകത്തളത്തിൽ ഒരു പ്രാർത്ഥന ഉളവായി വന്നാൽ, ഹല്ലേലൂയ, ഹന്ന കരഞ്ഞു അവൻ്റെ മകന് വേണ്ടി, ഹല്ലേലൂയ, എനിക്കൊരു പൈതലിനെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ അവനെ ശുശ്രൂഷകനാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ അവനെ നൽകുമെന്ന് അവൾ ചിന്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചില തീരുമാനങ്ങളും അവൾ എടുത്തു. അത് അവൾ അനുസരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഒരു പ്രവാചകന് കർത്താവ് അവളുടെ ഉദരത്തിൽ കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ ദൈവം, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് നൽകിയതല്ല, നൽകാത്ത നിലവാരത്തിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ചെയ്യുവാൻ കർത്താവ് സർവശക്തനാണ്. ഇവിടെ ഹന്നയുടെ കരച്ചിലിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന കർത്താവ് നമ്മുടെ കരച്ചിലിന്റെ നടുവിൽ ഉത്തരം അരുളുവാൻ അവൻ സർവശക്തനാണ്. വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലത് പ്രാപിച്ചിട്ട് മടങ്ങി പോകുവാൻ ഹല്ലേലൂയ നിങ്ങളെ കർത്താവ് സഹായിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുകയാണ്. അപ്പം ഹല്ലേലൂയ, അങ്ങ് വചനത്തിൽ കൂടെ സംസാരിച്ചതുപോലെ ശമൂവേലിനെ അങ്ങോട്ട് വിശ്വസ്ത ദാസനായി അങ്ങ് കണ്ടതുപോലെ, അതുപോലെ അപ്പാ ഹന്നയുടെ കരച്ചിൽ കേട്ട്, ഹല്ലേലൂയ, ഒരു പ്രവാചകനെ അങ്ങ് നൽകിയതുപോലെ, പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരു കൂട്ടം വ്യക്തികൾ എഴുന്നേൽക്കണം, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, ഹല്ലേലൂയ, രോഗശാന്തി നടത്തുന്നവരായി, വീരപ്രവർത്തി ചെയ്യുന്നവർ, ഹല്ലേലൂയ, ഞങ്ങളുടെ സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ പിതാവേ. ഹന്നയുടെ കരച്ചിൽ കേട്ട് ശമൂവേൽ ബാലനെ നൽകി. ഹല്ലേലൂയ. ഇവിടെ ഉള്ള ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഭയിൽ ഒരു കൂട്ടം ആത്മാക്കൾ എഴുന്നേറ്റ് വരട്ടെ, ഒരു കൂട്ടം യുവതലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന് വേണ്ടി എന്ന് പറയത്തക്ക നിലവാരത്തിൽ
ഓ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് എനിക്ക് ഹല്ലേലൂയ ലാഭമെന്ന് പറയുന്ന നിലവാരത്തിൽ ഓ റഷേഖേമ ലറദൂർ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രവർത്തിക്കുകയാണ്. ഓ റഷേഖേമ ലറദൂറബ ലബശംതമന ലറദൂറബൻ യാല റഷേഖേമാന പ്രവചിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, അന്യായ ബന്ധനങ്ങളെ ഉടച്ചു മാറ്റുവാൻ, ഹല്ലേലൂയ തകർന്നതിനെ പണിയുവാൻ, ഹല്ലേലൂയ അഭിഷേകമുള്ള, ഹല്ലേലൂയ ദൈവത്തിന്റെ പരിജ്ഞാനമുള്ള, വിവേകമുള്ള ഒരു തലമുറ അതേ പിതാവേ, ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ തരികയാണ്. അങ്ങനോട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട് അപ്പ സംസാരിച്ചു. ഹല്ലേലൂയ ബാക്കിയൊക്കെ അങ്ങ് പ്രവർത്തിക്കുക പിതാവേ. വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ഞാനും അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുകയാണ്. അങ്ങ് എൻ്റെ മേലും അവിടുത്തെ അഭിഷേകത്തെ പകരണമേ. ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ചേ, എൻ്റെ മേൽ അങ്ങയുടെ അഭിഷേകത്തെ പകരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഹല്ലേലൂയ അപ്പാ അങ്ങയുടെ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ പകരുക, എൻ്റെ മേലും പകരുക പിതാവേ. അങ്ങയുടെ വിശ്വസ്തനായി മാറേണ്ടതിന്, അങ്ങയുടെ വിശ്വസ്ത ദാസനായി മാറേണ്ടതിന്, ഹല്ലേലൂയ മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ കാണാതെ വണ്ണം അങ്ങേ കാണുവാൻ, ഹല്ലേലൂയ എൻ്റെ സംസാരത്തിലൂടെ അങ്ങയുടെ ശബ്ദം പ്രദർശിക്കുവാൻ, അങ്ങയുടെ ലാവണ്യ വാക്കുകൾ പ്രദർശിക്കുവാൻ, ഞാൻ നോക്കുന്നതിലൂടെ അങ്ങേ കാണുവാൻ അപ്പാ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുക പിതാവേ. ഓ ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഇനിയും അഭിഷേകത്താൽ, വചനത്താൽ, ദൈവകൃപയാൽ അങ്ങ് നിറയ്ക്കുക. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.